പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 20 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ഇന്ന് ഈ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കൾ, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലം ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിസ പ്രോസസ്സിലിരിക്കുന്നവരെ, വിസ പുതുക്കി കിട്ടാത്തവരെ, പല രേഖകൾ കിട്ടാത്തവരെ, അതുപോലെ തന്നെ യാത്ര മുടക്കമുള്ളവരെ,
പല കാര്യങ്ങൾക്കും തടസ്സങ്ങളുള്ളവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ഓരോരോ ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെ ജീവിക്കാൻ നോക്കുന്നവർ, കന്നുകാലികൾ വളർത്തിയും ചെറിയ കടകൾ നടത്തിയൊക്കെ ഉള്ളവർ, വളരെ ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഈശോയെ, അവരുടെ ജീവിതത്തെ അങ്ങ് പുഷ്കരമാക്കണമേ. ഈ ആശീർവാദം കൊണ്ട് അവരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആസ്വദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ പള്ളികളിൽ വായിച്ചപ്പോഴേ ഞാനൊരു പരിവചന സങ്കീർത്തനം കേട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹോസി പ്രവാചകൻ്റെ ആണ് അധ്യായം 6:6. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹനബലികളല്ല. ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. എൻ്റെ പ്രശ്നം, ദൈവം ആഗ്രഹിക്കുന്ന വിഷയം എന്താണ്? സ്നേഹമാണെന്ന്. ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് നമ്മൾ പണ്ട് ഞാൻ പള്ളിയെ കുറിച്ച് ഒരു പള്ളിയിൽ എനിക്ക് പണ്ട് മെയിൻ പരിപാടിയായിരുന്നു കുരിശിൻ്റെ വഴി. പള്ളിയിലിരിക്കുമ്പോൾ അത് ഒരു ഉച്ചക്ക് തുടങ്ങും, അതായത് ഒരു 3 മണിയാകുമ്പോൾ തുടങ്ങും. ഒരു ബറ്റാലിയൻ അൽമേനികളെ, നല്ല അറിവും പണ്ഡിത്യമൊക്കെ ഉള്ള അൽമേനികളെ കുരിശിൻ്റെ വഴി പ്രസംഗിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യും. അത് എൻ്റെ മുറിയിൽ വിളിച്ചു കൂട്ടി. അത് ഞങ്ങളെല്ലാം കൂട്ടുകാരാണ്. കാര്യം അന്ന് ഞാൻ കൊച്ചച്ഛനായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ പ്രായക്കാർ തന്നെയാണ്. എല്ലാവരെയും ട്രെയിൻ ചെയ്തെടുക്കും. എന്നിട്ട് അവർ വെള്ളമൊക്കെ എടുത്ത് കറുത്ത കുരിശൊക്കെ പിടിച്ച് എൻ്റെ കൂടെ വരും. എന്നിട്ട് അപ്പോൾ ഈ ഞങ്ങൾ മേഖലാ കുരിശിന് വഴി എന്നാണ് പറയണം. വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 കുടുംബ യൂണിറ്റുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ എന്നുവെച്ചാൽ ഒരു 2-3 വാർഡുണ്ടാവും. അപ്പോൾ ഈ വാർഡിലുള്ള ആൾക്കാരെല്ലാം കൂടി ഇതിൻ്റെ കൂടെ കൂടും. അത് അവസാനിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 2 മണിയാകുമ്പോഴൊക്കെയാണ് ഇത് അവസാനിക്കണത്. അപ്പോൾ വെള്ളവും പെട്രോമാക്സും ഇതെല്ലാം കേട്ട് ആൾക്കാരാണെങ്കിൽ വളരെ ഭക്തിയോടുകൂടെ ഇതെന്ന് വെച്ചാൽ ഇതിനെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന ഉള്ളത് കൊണ്ടും ഞാനിതൊക്കെ ഒരു മിഷനായിട്ടാണ് ചെയ്യേണ്ടത്. കർത്താവിൻ്റെ അടുത്ത് ആരാധനയ്ക്കും ഒറ്റക്കൊക്കെ നിർന്ന് എപ്പോഴും ഇതിൻ്റെ വിശദത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെപ്പോഴും ചെയ്യുമ്പോഴേ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാം ഇങ്ങനെ ഫങ്ഷനായിട്ടാണ് ആൾക്കാർ ചെയ്യേണ്ടത്. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു അഭിഷേകമായിരിക്കും അവിടെ. ചില വീട്ടിൽ ചെല്ലുമ്പോൾ നിറയത്തിൽ തമ്മിലിരിക്കും. എന്താ കാര്യത്തിൽ അവിടെ ആർക്കും അവരത് പ്രേയർ ചെയ്തല്ലേ ചെയ്യണം. അവരും മനുഷ്യന്മാർ ചെയ്യണ പോലെയൊക്കെ ചെയ്യും. സാധാരണഗതിയിൽ ഓരോരുത്തർ കാര്യങ്ങൾക്ക് വേണ്ടി അവരങ്ങനെ തിരക്കൊക്കെ കാണിച്ച് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ വേറെ ആയിരിക്കും. ദൈവം പോലും ഉണ്ടാകത്തില്ല അവരുടെ ചിന്തയിൽ ആ കാലത്ത്. അതുകൊണ്ട് ആ വീടുകളൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ പിന്നെ ഇടവക വികാരിയാകുമ്പോൾ പോകണമല്ലോ എല്ലായിടത്തും. കരയുന്നവിടെ കരയണം, ദുഃഖിക്ക് സന്തോഷിക്കുന്നവിടെ സന്തോഷിക്കണം. അതല്ലേ പോളിസി. ദിവസം പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ചിലയിടത്ത് ചെല്ലുമ്പോൾ സങ്കടം വരും, ചിലയിടത്ത് ചെല്ലുമ്പോൾ നല്ല അഭിഷേകമായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രാർത്ഥിച്ച് ചെയ്യണ കാരണം നല്ല അച്ചടക്കമാണ്, നല്ല ആൾക്കാരുടെ അകത്ത് ലയിച്ചെന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഒരു ദിവസം തുടങ്ങിയപ്പോൾ ഒരു ചേടത്തി, അവർ എല്ലാവരുമായിട്ട് കലഹം ഉണ്ടാക്കണ ചേടത്തിയാണ്. അത് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പള്ളിയിലൊക്കെ ചൂടാകണില്ലേ, അത് ഇതുപോലെ കുറേ ജന്മങ്ങളെ കണ്ടിട്ട് അനുഭവിച്ചിട്ടാണ് ഈ പള്ളിയിലൊക്കെ ഇടയ്ക്ക് ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ എന്തൊക്കെ പറയണത്. അതായത് ഈ ചേടത്തി 12ാം സ്ഥലത്ത് വെച്ച്, അത് നിങ്ങൾ ജനഗുരുക്കന്മാർ ചിലപ്പോൾ പൊടിക്കൈ പറയാമായിരിക്കും. അത് ഞാൻ പൊടിക്കൈയല്ലേ പറയണത്, ഞാൻ കണ്ട കാഴ്ചയാണ്. ഇവർ 12ാം സ്ഥലത്ത് വെച്ച് പോയി കളഞ്ഞത്. ഒരു വീട്ടിലായിരുന്നത് 12ാം സ്ഥലം. എന്നിട്ട് പിന്നെ അവർ 14ാം സ്ഥലത്ത് പൊങ്ങി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ 12ാം സ്ഥലത്തെ വീട്ടുകാരുമായിട്ട് ഇവർക്ക് വഴക്കാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യും. അവർ പള്ളിയിൽ പോകും, കുർബാന കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും. പക്ഷേ ഈ മറ്റുള്ളവർക്ക് ഇതിൽ വിശ്വാസം പോകാൻ കാരണം ഇത് പങ്കെടുക്കുന്ന ആൾക്കാരുടെ കാട്ടായങ്ങളാണത്. അത് നമ്മളെ വല്ലാത്ത രീതിയിൽ ആൾക്കാരെ വിശ്വാസം ഉള്ളവർ കാണിക്കുന്ന വിശ്വാസരാഹിത്യങ്ങൾ,
അത് നമുക്ക് ശരിക്കും ആത്മശോധന ചെയ്യേണ്ടതാണ് നോൻപ് കാലത്ത്. വിശ്വാസം ഉള്ളവർ കാണിക്കുന്ന വിശ്വാസരാഹിത്യങ്ങൾ. എൻ്റെ ഇടവകയിൽ ഒരു അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പം ഇത് പറയണത് ശരിയാണെന്ന് അറിയത്തില്ല. അദ്ദേഹം കുർബാന ഞങ്ങളുടെ ഇടവകയിൽ ട്രഡീഷണൽ ഇടവകയായ കാരണം എല്ലായിടത്തും കുർബാന രോഗികൾക്ക് വെള്ളിയാഴ്ച കുർബാന കൊടുക്കണം, മാസാദ്യ വെള്ളിയാഴ്ച. അപ്പം അത് എല്ലായിടത്തും ഇങ്ങനെ അച്ഛൻ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ അച്ഛൻ കൊടുക്കണമല്ല, ട്രഡീഷണൽ ആയതുകൊണ്ട് അച്ഛനത് ചെയ്യണമല്ല എന്ന് വിചാരിച്ച് ചെയ്യണതാ. അപ്പോൾ അച്ഛൻ ഈ കപ്പേരി കൂടെ പോകണമല്ല. അച്ഛന് ഒന്നാമത്തെ കുർബാന കഴിയുമ്പോൾ കപ്പേര് രണ്ടാമത്തെ കുർബാനൊക്കെ നിൽക്കുമല്ലോ. അതുകൊണ്ട് കപ്പേരിന് കൂടെ വരാൻ പറ്റത്തില്ല. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ നേരത്തെ പോകണം. അച്ഛനെ നിൽക്കാൻ എന്താണ്? അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ കുർബാന പോക്കറ്റിലിട്ടുള്ളൂ. ആൾക്കാർക്ക് അറിയത്തില്ല ഈ കുർബാന ഇങ്ങനെ പോക്കറ്റിൽ ഇടുന്നുണ്ടോന്ന്. അന്ന് അങ്ങേര്, ഞാൻ വളരെ കുഞ്ഞായിരുന്നു, ഞാൻ സെമിനാരിലൊക്കെ പഠിക്കണ 1ാം 2ാം കൊല്ലമൊക്കെ പഠിക്കും. പക്ഷേ ആ അച്ഛൻ കൊച്ചച്ഛനാണ്. പക്ഷേ അത് നമ്മളെ കുർബാന കൊണ്ട് നെഞ്ചത്ത് വെച്ച് ഒരു മാല പോലെ ഒരു സംഭവം എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുർബാന അടക്കം ചെയ്തിട്ട് അത് നെഞ്ചത്ത് പൊത്തി വെച്ചിട്ട് കപ്പേര് മണി അടിച്ചിട്ടാണ് പോണത്. ഇപ്പം ഇന്ന് മണിയടി ഉണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല പള്ളികളിൽ. പക്ഷേ എന്നാലും ആ കൈ പൊത്തി കുട പിടിക്കുമ്പോൾ അറിയാൻ പറ്റും കുർബാന ഉണ്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഇത് ജനങ്ങൾ അവസാനം കണ്ടുപിടിച്ചു അച്ഛൻ ഇങ്ങനെ കുർബാന അലക്ഷ്യമായി കൊണ്ടുപോകണമെന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് അച്ഛനാണെന്ന് പറഞ്ഞാലും ശരി, അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിൽ നിന്നിട്ട് അതിൻ്റെ അർത്ഥം അങ്ങ് മനസ്സിൽ അറിയാതെ ചെയ്യണതായിരിക്കും, സൗകര്യത്തിന് ചെയ്യേണ്ടതായിരിക്കും. പക്ഷേ എന്താണ് അതിൻ്റെ അകത്തൊരു സ്നേഹക്കുറവുണ്ട്. അതാണ് പറഞ്ഞത്, ഞാൻ ബലിയല്ല ആഗ്രഹിക്കുന്നത്, സ്നേഹമാണെന്ന്. ഇപ്പം ഈ ചെടുത്ത് ചെയ്ത് അത് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്. അവരാ 12ാം സ്ഥലത്ത് മുങ്ങിയിട്ട് 14ാം സ്ഥലത്ത് പൊങ്ങണം. അപ്പം ഇങ്ങനെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അർത്ഥം നഷ്ടപ്പെട്ട് അത് അനാചാരമായിട്ട് മാറും. നോൻപ് കാലത്ത് ആചാരങ്ങളൊക്കെ ചെയ്യുന്നവരുടെ ആചാരങ്ങൾ കൂടുതലാണ് നോൻപ് കാലത്ത്. പക്ഷേ അർത്ഥം നഷ്ടപ്പെട്ട സ്നേഹത്തിൽ വളരുന്നില്ല, അനുരഞ്ജനപ്പെടുന്നില്ല. ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് നിനക്ക് ശത്രു ബാക്കി അവശേഷിക്കണമെന്നുണ്ടെങ്കിൽ നീ ചെയ്ത മുഴുവനും അനാചാരമാണ്. ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞു, പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞതിന് ശേഷവും അതിൽ ആ നഗരി കാണിക്കലും, ഇപ്പോൾ ചില പള്ളികളിലൊക്കെ നഗരി കാണിക്കലില്ലേ, എന്തോ ഒരു ഇടിയാണ് ആൾക്കാരവിടെ രൂപം മുത്താനൊക്കെ. പക്ഷേ അതിനുശേഷം ആ ശത്രുതയായിട്ട് നിൽക്കുന്നു. കർത്താവിൻ്റെ തിരുസ്വരൂപം മുത്താൻ വേണ്ടി ഇടിച്ച ആൾക്കാരുടെയും ശത്രുതയായിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോഴെന്താ പറ്റേണ്ടത്? അർത്ഥം, ആചാരത്തിന് അർത്ഥം നഷ്ടപ്പെട്ട് അയാൾ കാണിച്ചത് അനാചാരമാണ്. അതുകൊണ്ടാണ് ദൈവതിരുസന്നിധി അസ്വീകാര്യമായി മാറുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം നോൻപ് കാലത്ത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.